ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഒരു മട്ടൻ ബിരിയാണി കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. 1 കിലോ ഉണ്ട് കേട്ടോ ഏകദേശം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു പീസ് പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 4 5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും. ഞാൻ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അന്ന് നല്ല തണുപ്പുള്ള ദിവസമായിരുന്നല്ലോ, ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ്. നന്നായിട്ട് എണ്ണ ഇങ്ങനെ കട്ട പിടിച്ചിരിപ്പുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഒരു പപ്പട കുത്തി വെച്ചിട്ടൊന്ന് കുത്തി ഇളക്കിയിട്ടാണ് കേട്ടോ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓയിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു എണ്ണ ഞാൻ ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയും നെയ്യൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ, അതാണ് ഇങ്ങനെ തട്ടിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാളയാണ്, ചെറിയൊരു സവാള ഒന്ന് സ്ലൈസ് ആക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിൽ. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 2-3 വിസിൽ കൊടുത്തിരുന്ന് വേവിച്ചെടുക്കാം. മട്ടൻ്റെ ഒരു വേവനുസരിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. പിന്നെ ഞാൻ അതാ വേറൊരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും ബിരിയാണിക്ക് വെളിച്ചെണ്ണയും നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്ലൈസ് ആക്കിയത് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു 2 ബാച്ചായിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. എണ്ണ നമ്മൾ കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താലും മതി. പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3-4 പ്രാവശ്യമൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താലും മതിയാകും. അപ്പോൾ ആ ഒരു ഉള്ളിക്കൊന്ന് പൊരിച്ച് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കുക്കറിനൊക്കെ ഉള്ള പ്രഷറൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു ഉള്ളി പൊരിച്ചിട്ടുള്ള ഒരു ഓയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചൊരു കൂട്ടാണ്. അപ്പോൾ ഒരു ഏകദേശം ഞാൻ ഇതിലേക്ക് 1 പീസ് ഇഞ്ചി, 3 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, 10 ചെറിയുള്ളി, 8 പച്ചമുളക്, ഇത്രയും കൂടെ ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ് കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിനെ റൈസും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മസാലയും റൈസൊക്കെ ഒരുമിച്ചൊന്ന് ചൂടോടുകൂടി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒരുമിച്ചങ്ങ് തയ്യാറാക്കി എടുക്കുന്നത്. വേറൊരു സ്റ്റൗവിൽ പാൻ വെച്ചിട്ട് നെയ്യും ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂണോ ടേബിൾ സ്പൂണോ നെയ്യും ഓയിലും ചേർത്തെടുക്കാം. പിന്നെ ഹോൾ സ്പൈസസും പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള കൈമ റൈസും, ഇതൊരു 3 കപ്പ് റൈസ് ഉണ്ട്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ആ ഒരു ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മുരിഞ്ഞൊന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് ഞാൻ ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വലിയ തക്കാളി കാണുന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതിയാകും. ചെറുതാനുണ്ട് 2 ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിനിടയ്ക്ക് റൈസ് ഞാൻ ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 കപ്പ് കൈമ റൈസിന് ഞാൻ ഇവിടെ ഒരു 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മട്ടനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ച് ചേർത്താലും മതി. ഞാൻ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3 കപ്പ് റൈസിന് 6 കപ്പ് തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തക്കാളി നമ്മൾ ചേർത്തിട്ടുള്ള ഒരു തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ചേർത്തെടുക്കാം. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ചേർത്തിടണേ. ചെറിയൊരു സ്റ്റോക്ക് വേണം, എങ്കിൽ നമ്മൾ മട്ടൻ ഒരു ബിരിയാണി നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു മട്ടൻ്റെ ഫ്ലേവർക്ക് ഒരു റൈസിലോട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ഒരു ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചൊന്ന് പൊടിച്ചൊന്ന് ചേർത്തെടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് മുകളിൽ നമുക്ക് ഒരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങയും കൂടെ, ഒരു ലെമണിൻ്റെ ജ്യൂസ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിഴിഞ്ഞ്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും രമ്പയിലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 1 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറി കിട്ടുന്നു. ഫ്ലെയിം കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് റൈസും കൂടെ തയ്യാറാക്കി എടുക്കണമല്ലോ. അപ്പോൾ റൈസും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചു. നന്നായിട്ട് റൈസും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മട്ടൻ്റെ മസാലയിൽ ഉള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. ഞാൻ ഒരു റൈസ്
ആ ഒരു പാനിൽ തന്നെ ദമ്മിട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ റൈസ് മാറ്റി വെച്ചിട്ട് ആ ഒരു പാനിലോട്ട് നമ്മൾ വേവിച്ച ഒരു മട്ടൻ്റെ മസാല ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും പിന്നെ അതുപോലെ തന്നെ ഒരു പൊരിച്ച ഉള്ളിയും കുറച്ച് മല്ലിയില പുതിനയില രമ്പല എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഒരു 20-25 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കണേ. തീ നല്ലോണം കുറച്ച് വെക്കണം, കട്ടില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ദമ്മായി വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാലഡും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് തക്കാളിയും ആപ്പിളും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളകും നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് ആ ദമ്മൊന്ന് ആ ഒരു അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്, സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.